മറ്റു വാർത്തകൾ നോക്കാം. നഴ്സുമാരുടെ സമരം സ്വകാര്യ ആശുപത്രികളെ പ്രതിസന്ധിയിലാക്കി. കോഴിക്കോട് നഗരത്തിലെ പ്രധാന 4 ആശുപത്രികളിലെത്തിയ രോഗികൾക്ക് ചികിത്സ നൽകാതെ വിട്ടയച്ചു. അടിയന്തര ചികിത്സ മാത്രമാണ് നൽകിയത്. 4 ആശുപത്രികളും കിടത്തി ചികിത്സയും നിർത്തി. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുന്നു കോഴിക്കോട് നിന്ന്. രമ്യ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണോ ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരെല്ലാം സമരത്തിലേക്ക് തിരിഞ്ഞത്? എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വകാര്യ ആശുപത്രികളിൽ നഴ്സുമാരുടെ അഭാവം ഉണ്ട്, അവർ സമരത്തിലാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം തകരാറിലായിരിക്കുകയാണോ? എന്താണ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? അനിൽ, തീർച്ചയായും കഴിഞ്ഞ 2 ദിവസങ്ങളായി തന്നെയാണ് UNAയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ ഇത്തരത്തിൽ ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായി സമരം നടത്തുന്നത്. വേതന വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരുടെ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് സമരത്തിൽ പങ്കെടുത്ത നഴ്സുമാരെ മാനേജ്മെന്റ് വിളിച്ചു വരുത്തുകയും മുറിയിൽ പൂട്ടിയിടുകയും അതുപോലെ തന്നെ മർദ്ദിക്കുകയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടായി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിലവിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് വേതനവർദ്ധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരുടെ സമരം ഈ കോഴിക്കോട് കളക്ടറേറ്റ് മുന്നിൽ അരങ്ങേറുകയായിരുന്നു. മറ്റു ജില്ലകളിലും സമാനമായി തന്നെ ഇത്തരത്തിൽ സമരങ്ങൾ നടക്കുന്നുണ്ട്. എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ തന്നെ സമാനമായി ഇത്തരത്തിലുള്ള ഈ സമരങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് കോഴിക്കോടും സമാനമായിട്ടുള്ള സമരം ഇവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ബേബി മെമ്മോറിയലിലും ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. തുടർന്നാണ് ഇവരുടെ സമരം ഈ ഉച്ചയ്ക്ക് ശേഷം ബേബി മെമ്മോറിയലിലേക്ക്, അതായത് ബേബി മെമ്മോറിയൽ നഴ്സുമാരുടെ നേരെ ഉണ്ടായ ഈ ഒരു സമീപനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് UNAയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം, അതായത് ഇപ്പോൾ നടക്കുന്നത് UNAയുടെ നേതൃത്വത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഉള്ള മാർച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഇവരിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇന്ന് കഴിഞ്ഞ ഒരു 3 ദിവസമായി നടക്കുന്ന സമരം ഇന്ന് സമ്പൂർണ്ണ സമരമാണ്. ഈ പറയുന്ന കേരളത്തിലെ കോർപ്പറേറ്റ് ഭീമന്മാരായ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ മാനേജ്മെന്റ് നഴ്സുമാരെ ആക്രമിക്കാനും വളരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാനുള്ള നടപടിയിൽ പ്രതിഷേധിച്ചിട്ടാണ് ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഓൾറെഡി ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ സമരം നയിക്കുകയായിരുന്നു. അപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ നഴ്സുമാർക്കെതിരെയുള്ള സമീപനം അതിൽ പ്രതിഷേധിക്കുമ്പോൾ ബേബി മെമ്മോറിയലിലേക്ക് മാർച്ച് നടത്തുന്നത് തീർച്ചയായിട്ടും ഇന്ന് രാവിലെ മുതൽ കോഴിക്കോട് ജില്ലയിലടക്കം കേരളത്തിൽ മിക്ക സ്ഥലത്തും സമരം നടക്കുകയാണ്. പക്ഷേ ബേബി മെമ്മോറിയൽ അവരവിടെ ഗുണ്ടകൾ ഉപയോഗിച്ച് ആശുപത്രി മുതലാളിയുടെ നേതൃത്വത്തിൽ നഴ്സുമാർ ആക്രമിക്കുന്നു. അതിനുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അനിൽ, ഇത് തന്നെയാണ് കാരണം. രാവിലെ മുതൽ എല്ലാ സമീപ ജില്ലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സമരം നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ബേബി മെമ്മോറിയലിൽ ആശുപത്രി അധികൃതരുടെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നഴ്സുമാരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ സമരത്തിൽ പങ്കെടുക്കുന്ന നഴ്സുമാരെ പിരിച്ചുവിടുന്ന രീതിയിലേക്ക് നടപടിയെടുക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരുടെ സമരം ഇപ്പോൾ ബേബി മെമ്മോറിയലിലേക്ക് നടക്കുന്നത്. പക്ഷേ ഇത്തരം ഈ സമരമാർഗങ്ങൾ നടക്കുമ്പോഴും കോഴിക്കോട് ഏകദേശം 4 പ്രധാനപ്പെട്ട 4 സ്വകാര്യ ആശുപത്രികളിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെ മുടങ്ങിയെന്ന വാർത്ത കൂടി നമുക്ക് നൽകാനുണ്ട്. അതായത് കൃത്യമായി തന്നെ നഴ്സുമാരുടെ അഭാവമുണ്ട്. അതിനാൽ തന്നെ ഈ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ ബേബി മെമ്മോറിയൽ ഉൾപ്പെടെ ഈ കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട 4 ആശുപത്രികളാണ് മുടങ്ങിയിരിക്കുന്നത്. അത്യാഹിത വിഭാഗങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് വരുന്നവരെ കിടത്തി ചികിത്സയിൽ അത് പിന്നീട് വരുന്നവരെല്ലാം തിരിച്ചയക്കുന്ന ഒരു സമീപനമാണ് നിലവിൽ ഇപ്പോൾ ആശുപത്രി അധികൃതരെല്ലാം തന്നെ സ്വീകരിക്കുന്നത്. നഴ്സുമാരുടെ സമരം സ്വകാര്യ ആശുപത്രികളുടെ പ്രവർത്തനം അവതാളത്തിലാക്കി. കോഴിക്കോട് നഗരത്തിലെ പ്രധാന 4 ആശുപത്രികളിൽ എത്തിയ രോഗികൾക്ക് ചികിത്സ നൽകാതെ വിട്ടയച്ചു. അടിയന്തര ചികിത്സ മാത്രമാണ് നൽകിയത്. 4 ആശുപത്രികളും കിടത്തി ചികിത്സയും നിർത്തി. രമ്യ ദാസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.